നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളുണ്ട്, ഒരു അപകടം, ഒരു ആക്സിഡന്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് വെറുതെ സമയം കളയുന്ന ആളുകളുണ്ട്. പക്ഷെ ആ സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ആളുകളും ഉണ്ട്. അതായത് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ഒരു സമയത്തിൻ്റെ വാല്യൂ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ആ ഒരു ജീവൻ രക്ഷിക്കാനാണ് നോക്കുക. പക്ഷേ ഈ സമയത്തിൻ്റെ വാല്യൂ അറിയാത്ത ചില ആളുകളാണ് ഇതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സമയത്തിന് വാല്യൂ ഇല്ല. അവരുടെ സമയത്തിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മറ്റുള്ളവരുടെ സമയത്തിനും വില കൽപ്പിക്കത്തില്ല. അപ്പോൾ അവർക്ക് അവരുടെ സമയത്തിനും വാല്യൂ ഇല്ല, അവർ മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കത്തുമില്ല. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഇഷ്ടമില്ല, അവർ സഹായിക്കത്തുമില്ല. സഹായിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയെ സഹായിക്കാനല്ലേ നോക്കുക, അതല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കത്തില്ലല്ലോ. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും മറ്റൊരാളെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്ങനെയെങ്കിലും അറിഞ്ഞോ അറിയാതെ ഇവർ ഏതെങ്കിലും രീതിയിൽ അതും മുടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇത്തരം ആളുകളുടെ ഹോബി എന്ന് പറയുന്നത്. ഇവർക്ക് സമയത്തിന് വാല്യൂ ഇല്ല, മറ്റുള്ളവരുടെ സമയത്തിന് വില കൽപ്പിക്കത്തില്ല, ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടമല്ല, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുടക്കുകയും ചെയ്യും, എങ്ങനെയെങ്കിലും കിടങ്കോലിടും. അപ്പോൾ ഇത്തരം ആളുകളാണ് നമ്മുടെ സമയം കൊല്ലികൾ എന്ന് നമ്മൾ പറയുന്ന ടീം. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്തിനാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്നായിരിക്കും. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ YWW ജോബ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം സമയം കൊല്ലികളും നമ്മൾ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെയും ഇവർ വിളിക്കും. ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് കാണുമ്പോഴേക്കും വേഗം വിളിക്കും, ഈ ജോലി എവിടെയാണ്, എന്താണ്, എത്രയാണ് വെറുതെ അനാവശ്യമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജോബ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസ് സ്റ്റാഫുകളുടെ നമ്മുടെ സ്റ്റാഫുകളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണം. ഒരാവശ്യമില്ല. നമുക്കറിയാം ഇവർക്ക് ജോലി ആവശ്യമില്ല. ഇവർക്ക് ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യക്കാരനും ആവശ്യമില്ലാത്തവനും നമുക്ക് സംസാരിക്കാൻ മനസ്സിലാകും അവർക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത്. കാരണം ആവശ്യക്കാരനാണെന്നുണ്ടെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവർ ആവശ്യക്കാരനല്ല. അപ്പോൾ ഇത്തരം ആളുകൾ വെറുതെ വിളിച്ച് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ YWW ജോബ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് അവർ രണ്ട് കൂട്ടം ആളുകളെ സഹായിക്കുന്ന തിരക്കിലാണ്. ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ബിസിനസ് സംരംഭകരെ, വളർന്നുകൊണ്ടിരിക്കുന്ന സംരംഭകരെ അവരുടെ സ്ഥാപനത്തിലോട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ജീവനക്കാരെ നൽകുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ ജീവനക്കാരെ നമ്മൾ നൽകുന്ന എങ്ങനത്തെ ജീവനക്കാരെയാണ്? YWW ഡ്രീം കരിയർ കോഴ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ജീവനക്കാരെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സുകാർക്ക് നൽകുന്നത്. അവരുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള ജീവനക്കാർ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം ജീവനക്കാരെ വാർത്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലാണ് നമ്മളുള്ളത് ഒരു സൈഡിൽ. ഇനി രണ്ടാമത്തെ സൈഡിൽ അതുപോലെ തന്നെ നമുക്ക് ജോലി റിയലി ആവശ്യമുള്ള ധാരാളം ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല, നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി പോവുകയാണ്, ജോലി പോയി കഴിഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത്, മേഡം ഞങ്ങളുടെ ജോലി പോയി നഷ്ടപ്പെട്ടു, ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല, അപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ജോലി റെഡിയാക്കി തരാൻ സാധിക്കുമോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നിലവിലൊരു ഇൻകം ഉണ്ട്, നമുക്കൊരു വരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു ദിവസം സഡൻലി ആ വരുമാനം സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സ്കിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സൊക്കെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അവർ ജോലിക്ക് വേണ്ടി അലയുകയാണ്. കാരണം അവർ റൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നമ്മുടെ YWW ജോബ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്, ഈ ഒരു ബിസിനസ്സുകാരെയും ജീവനക്കാരെയും സഹായിക്കുന്ന തിരക്കിലാണ് നമ്മൾ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ സമയം കൊല്ലികൾ നമ്മളെ വിളിച്ച് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സമയം കൊല്ലി ആവാതിരിക്കുക. നിങ്ങൾ സമയത്തിന് വില കൽപ്പിക്കുന്ന വ്യക്തിയാവുക. നിങ്ങൾ ഈ ഒരു സ്ഥാപനം നല്ല ഏത് സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസിന് വേണ്ടി മാത്രം കോൺടാക്ട് ചെയ്യുക. വെറുതെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ടൈം, അവരുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അനാവശ്യമായിട്ട് അവരെ വിളിച്ച് വേസ്റ്റ് ചെയ്യുന്ന ആ ടൈം എന്ന് പറയുന്നത് മറ്റൊരു ആവശ്യക്കാരൻ്റെ സമയമാണ് നിങ്ങൾ അപഹരിച്ചെടുക്കുന്നത് എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക.